നമ്മളിപ്പോൾ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിലാണ് ഉള്ളത്. മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു പ്രത്യേകത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് വേറൊന്നുമല്ല, കേരളത്തിലെ തന്നെ തനതായ കലാരൂപമായ കഥകളി, നമുക്കറിയാം ദൈവികതയേറെയുള്ള കഥകളി ഇവിടെയാണ് ചിട്ടപ്പെടുത്തിയത്. അതുപോലെ തന്നെ കോട്ടയത്ത് തമ്പുരാനാണ് കഥകളി ഇവിടെ ഇരുന്ന് ചിട്ടപ്പെടുത്തിയത്. അതുപോലെ അതിൽ സ്ത്രീ വേഷത്തിന് ഒരു വേഷ സംവിധാനം ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ ആൽത്തറയിൽ ഇരുന്നു കൊണ്ട് ധ്യാനം ചെയ്ത സമയത്ത് ദേവി ആ സ്ത്രീ വേഷത്തിൻ്റെ എങ്ങനെ ആയിരിക്കണം എന്നുള്ള ആ വേഷത്തോടു കൂടി ഈ കുളത്തിൽ പ്രത്യക്ഷപ്പെടുകയും അങ്ങനെയാണ് ആ സ്ത്രീ വേഷത്തിൻ്റെ വേഷവിധാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. പകുതിയാണ് ദേവി ആ വേഷം അവിടെ രൂപം കാണിച്ചു കൊടുത്തത്. അതുകൊണ്ട് തന്നെ ആ പകുതിക്ക് താഴെ വെള്ള ഉള്ള രീതിയിലാണ്, അതായത് അതിന് താഴെ വെള്ള നിറമാണ് ഉള്ളത്. അപ്പോൾ ആ കഥകളി, സ്ത്രീ വേഷം, അതുപോലെ തന്നെ കഥകളി എല്ലാം ചിട്ടപ്പെടുത്തിയ ഈ ഒരു മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം നിങ്ങളെല്ലാവരും വന്ന് ദർശിക്കണം. അമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ. കല നിറഞ്ഞ് വിളഞ്ഞ് വരട്ടെ എല്ലാവർക്കും. അമ്മേ നാരായണ.